Is nursing twins tough? Yes, it is. But is it impossible? No. നമസ്കാരം, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ വിത്ത് ട്വിൻ മോം വ്ലോഗ്സ് ആൻഡ് ദിസ് ഇസ് രേഷ്മി. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ നഴ്സിംഗ് ടെക്നീക്സ് ആണ്. ഞാൻ എങ്ങനെയാണ് എന്റെ ട്വിൻ കുട്ടികളെ ബ്രസ്റ്റ് ഫീഡ് ചെയ്തതും പിന്നെ അത് കൂടാതെ എക്സ്ക്ലൂസീവ് പമ്പിങ് എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തത് എഫിഷ്യന്റ് ആയിട്ട് കുട്ടികളെ നഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുകൂടാതെ മിൽക്ക് സപ്ലൈ കൂട്ടാനുള്ള ടിപ്സും ഉണ്ടാവും. അപ്പൊ ഏതായാലും കണ്ടിന്യൂ വാച്ചിങ്. ഒരു കാര്യം കൂടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാവരും റൈറ്റ് സൈഡിൽ ഉള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ നോട്ടിഫിക്കേഷൻ കൊടുക്കാൻ നോക്കണം. ദെൻ ഓൺലി യു വിൽ ബി നോട്ടിഫൈഡ് വെൻ ഐ പുട്ട് എ വീഡിയോ. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യം ബ്രസ്റ്റ് ഫീഡ് അല്ല ചെയ്തത്, എക്സ്ക്ലൂസീവ് പമ്പിങ് ആണ് ചെയ്തത്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികൾ ഉണ്ടായത് 34 വീക്സിലായിരുന്നു. അപ്പോൾ 34 വീക്സിലുണ്ടായ സമയത്ത് അവർക്ക് ലാച്ച് ചെയ്യാനുള്ള കേപ്പബിലിറ്റി അപ്പം വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് നീക്യൂല് നഴ്സസ് എല്ലാവരും പറഞ്ഞു, ഇപ്പം ഏതായാലും പമ്പ് ചെയ്താൽ മതി, പമ്പ് ചെയ്തിട്ട് കുട്ടികൾക്ക് അങ്ങനെ ഫീഡ് കൊടുക്കാം. എന്നിട്ട് അതിനുശേഷം കുറച്ച് ദിവസങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലാച്ച് ചെയ്യാനുള്ള കേപ്പബിലിറ്റി വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ഡെലിവറി കഴിഞ്ഞ ദിവസം ഞാൻ പമ്പ് ചെയ്യാണ് ചെയ്തത്. എക്സ്ക്ലൂസീവ് പമ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു മെഷീൻ വെച്ചിട്ട് കുട്ടി ചെയ്യുന്ന അതേ മൂവ്മെന്റ്സ് റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ പാലെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിൽ ഒരു ഗുണം എന്ന് പറയുന്നത്, നമുക്ക് പാലിന്റെ കൃത്യം ക്വാണ്ടിറ്റി എത്രത്തോളം പമ്പായി കിട്ടുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും. നേരെ മറിച്ച് കുട്ടി പാല് കുടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല കുട്ടി എത്രത്തോളം കുടിച്ചു, കുട്ടിക്ക് വയറ് നിറഞ്ഞോ, അതോ എത്ര എമൗണ്ട് കുട്ടിക്ക് ഇപ്പം ആവശ്യമുണ്ട്, അതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അന്ന് ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ എക്സ്ക്ലൂസീവ് പമ്പ് ചെയ്തുകൊണ്ട് അവിടെ നീക്യൂലത്തെ നഴ്സസ് പറയും, ഇപ്പൊ കുട്ടിക്ക് 50 ml പാല് വേണം, ബാക്കിയുള്ള പാല് ഞങ്ങൾ ഫ്രീസറിൽ വെക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ കുട്ടി 100 ml കുടിച്ചു തുടങ്ങും. അപ്പൊ 100 ml പാല്. അപ്പൊ ആദ്യമൊക്കെ വളരെ എളുപ്പമായിരുന്നു, ബിക്കോസ് നമുക്ക് ആ ഒരു റിക്വയർമെന്റ് വളരെ കുറവായിരുന്നു. അപ്പൊ ബാക്കിയുള്ള കിട്ടുന്ന പാല് നമ്മൾ ഫ്രീസറിൽ സ്റ്റാഷ് ചെയ്യാണ് ചെയ്യുക. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയൊന്നും പറ്റില്ല, നമ്മൾ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് പാല് കൊടുക്കുകയാണ് ചെയ്യുക. പക്ഷെ ട്വിൻസ് ആവുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് അത് എല്ലാവർക്കും മനസ്സിലാദ്യം വരുന്ന ഒരു ചോദ്യമല്ലേ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ ആദ്യമായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഏത് ടെക്നീക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് ഡോക്ടറായിട്ട് ചോദിച്ചിട്ട് ഒന്നെങ്കിൽ എക്സ്ക്ലൂസീവ് പമ്പിങ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാം. ഞാൻ ചെയ്തത് ആദ്യം എക്സ്ക്ലൂസീവ് പമ്പിങ് ആയിരുന്നു. എന്നിട്ട് അതിനുശേഷം ഡിസ്ചാർജ് ആവാറായപ്പോൾ അവർ എന്നെ നീക്കുന്ന നഴ്സസ്, ലാക്ടേഷൻ നഴ്സിനെയൊക്കെ വെച്ചിട്ട് എനിക്ക് എങ്ങനെയാണ് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാന്നൊക്കെ പറഞ്ഞു തന്നിട്ട് ഞാൻ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഒരു 1.5-2 ആഴ്ച വരെ കണ്ടിന്യൂ ചെയ്തുള്ളൂ. അതെന്താണ് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ കാരണം ചോദിച്ചാൽ, എനിക്ക് 2 കുട്ടികളുള്ളതുകൊണ്ട് 2 പേർക്കും ഈക്വൽ എമൗണ്ട്സ് കിട്ടുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല. അതുപോലെ തന്നെ 2 പേർക്കും തികയുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല. അപ്പോ എക്സ്ക്ലൂസീവ് പമ്പിങ് ചെയ്ത് തുടങ്ങിയത് കൊണ്ട് എനിക്ക് അതുകൊണ്ട് യൂസ് ടു ആയി. ഇൻ കേസ് എനിക്ക് കുട്ടി കൂടുതൽ കുടിച്ചു അല്ലെങ്കിൽ നീലൂട്ടൻ കൂടുതൽ കുടിച്ചു എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കുട്ടിക്ക് നേരാണോ കൊടുക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ കിട്ടുന്നുണ്ടോ എന്നുള്ള സംശയം കാരണം ഞാൻ പമ്പിങ്ങിനെ ഓപ്റ്റ് ചെയ്തു. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്തതിന് ശേഷം പമ്പ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടായിരുന്നു. കുറച്ചു ദിവസമൊക്കെ ചെയ്തു. പക്ഷെ എനിക്ക് ഭയങ്കര സ്ട്രെയിൻ ആയി, ബിക്കോസ് നീലൂട്ടിന് ബ്രസ്റ്റ് ഫീഡ് ചെയ്തതിന് ശേഷം, നിക്കിക്കുട്ടിയെ ബ്രസ്റ്റ് ഫീഡ് ചെയ്തതിന് ശേഷം പമ്പ് ചെയ്യുക, അല്ലെങ്കിൽ പമ്പ് ചെയ്തതിന് ശേഷം നീലൂട്ടിനെ ട്രൈ ചെയ്യുക, വീണ്ടും അടുത്ത റൗണ്ടിൽ പമ്പ് ചെയ്തതിന് ശേഷം നിക്കിക്കുട്ടിയെ ട്രൈ ചെയ്യുക. അപ്പൊ ഭയങ്കര പാടായതുകൊണ്ട് ഞാൻ എക്സ്ക്ലൂസീവ് പമ്പിങ് തന്നെയാണ് ചെയ്തത്. അധികം കാലം ബ്രസ്റ്റ് ഫീഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ചോയ്സ് ആണ്, പേരൻസിന്റെ മുകളിലിരിക്കും. എക്സ്ക്ലൂസീവ് പമ്പിങ് ചെയ്യുന്നോണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ക്വാണ്ടിറ്റി നമുക്ക് അറിയാൻ പറ്റും. ഇനി അടുത്ത ചോദ്യം, നമ്മുടെ ഈ ബ്രസ്റ്റ് മിൽക്ക് തികയുന്നുണ്ടോ? 2 കുട്ടികളാവുമ്പോ അല്ലെങ്കിൽ ട്രിപ്ലെറ്റ്സ് ഒക്കെ ആവുമ്പോ നമുക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുക പാല് തികയുന്നുണ്ടെന്ന്? കുട്ടികൾ വളരുമ്പോൾ അവരുടെ റിക്വയർമെന്റ് കൂടും. അപ്പൊ അവരുടെ റിക്വയർമെന്റ് കൂടുമ്പോൾ നമുക്കത് ബീറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് സപ്ലൈ കൂട്ടാനുള്ള മെത്തേഡ്സ് ഒക്കെ ഒബ്വിയസ്ലി ട്രൈ ചെയ്യാം, പക്ഷെ അതിനൊരു ലിമിറ്റ് ഇല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്തത് ഫോർമുല വെച്ച് സപ്ലിമെന്റ് ചെയ്യാനായിരുന്നു. ഞാൻ യൂസ് ചെയ്ത സിമിലാക് നിയോഷോർ എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമുലയാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ
ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇനി പറയാൻ പോകുന്ന എല്ലാ പ്രൊഡക്ട്സിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആൻഡ് അതെങ്ങനെയാണ് ഞാൻ സപ്ലിമെന്റ് ചെയ്യാ ആദ്യം ബ്രസ്റ്റ് മിൽക്ക് 2 പേര് തമ്മിൽ ഡിവൈഡ് ചെയ്തെടുക്കും. എന്നിട്ട് ഡിവൈഡ് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള ഇപ്പൊ 150 ആണ് 2 പേരും കുടിക്കുന്നെങ്കിൽ 120 മാത്രമേ പാല് കിട്ടിയുള്ളൂ. ബാക്കി 30 ml ഫോർമുല ആഡ് ചെയ്യും. അങ്ങനെ 3 മണിക്കൂർ വിട്ട് പമ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന പാല് എടുത്തു വെച്ചതിന് ശേഷം ഓരോ 3 മണിക്കൂർ കൂടുമ്പോൾ കുട്ടികൾക്ക് പാല് കൊടുക്കും. അങ്ങനെയായിരുന്നു ഞാൻ ചെയ്യേണ്ടായിരുന്നത്. 2 പേർക്കും നമുക്ക് എങ്ങനെ ഡയറക്ട്ലി ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ അതിന് നമുക്ക് ശരിക്കും പറഞ്ഞ ട്വിൻ പില്ലോസ് അവൈലബിൾ ആണ്. പക്ഷെ ട്വിൻ പില്ലോന്റെ ടെക്നീക്ക് അവർ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ 2 കുട്ടികൾ ഇങ്ങനെ കിടത്തിയിട്ട് പാല് കൊടുക്കാമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നിയില്ല അത് ഒരിക്കലും ഫ്രണ്ട്ലി ആയിരിക്കും എന്ന്. അതുകൊണ്ട് ഞാൻ സിംഗിൾ ഫീഡിംഗ് പില്ലോ തന്നെയാണ് യൂസ് ചെയ്തത്. ആദ്യത്തെ കുറച്ച് മന്ത്സ് എനിക്ക് നല്ല ഹെൽപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു കുട്ടിക്ക് പാല് കൊടുത്തു കഴിഞ്ഞാലും അമ്മ ഉറക്കുമായിരുന്നു, അല്ലെങ്കിൽ അമ്മ പാല് കൊടുത്തതിന് ശേഷം ബോട്ടിൽ വെച്ചിട്ടല്ലേ പാല് കൊടുക്കുന്നത്. അതിനുശേഷം 2 പില്ലോസ് അടുപ്പിച്ചിങ്ങനെ വെച്ചിട്ട് 2 പേരെയും കിടത്തി ബോട്ടിൽ വെച്ച് ഫീഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതായിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടെക്നിക്ക്. എങ്ങനെ സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഡെയിലി നല്ലോണം വെള്ളം കുടിക്കാൻ നോക്കണം. വെള്ളം ഒരിക്കലും കുറയരുത്. അത് കൂടാതെ നമ്മൾ ഒരു 2-3 പ്രാവശ്യം ഓട്സ് കഴിക്കുക, അല്ലെങ്കിൽ മിനിമം 1 പ്രാവശ്യം ഓട്സ് കഴിക്കുക. ഇലവർഗ്ഗങ്ങൾ നല്ലോണം കഴിക്കുക. ചീര, മുരിങ്ങയില, പിന്നെ നമ്മുടെ ഉലുവയുടെ ഇലയില്ലേ, അപ്പൊ ഫെനുഗ്രീക്ക് വെച്ചിട്ട് ഉള്ള ടാബ്ലറ്റ്സ് കിട്ടും. അത് വളരെ നല്ലതാണ് നമുക്ക് മിൽക്ക് സപ്ലൈ ഒന്ന് ബൂസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്റെ ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു ഇത് റെക്കമെൻഡ് ചെയ്തത്. അപ്പൊ ഞാൻ പീഡിയാട്രീഷ്യനോടും ഒന്നുകൂടി ചോദിച്ചിട്ട് അത് കണ്ടിന്യൂ ചെയ്തിരുന്നു. പെട്ടെന്ന് നമുക്ക് ഒരു ഡിഫറൻസ് കാണില്ല. ഒരാഴ്ച യൂസ് ചെയ്തതിനു ശേഷമാണ് ഡിഫറൻസ് കണ്ടു തുടങ്ങുക. ഇൻ കേസ് അത് യൂസ്ഫുൾ ആയില്ല എന്നാണ് തോന്നണമെങ്കിൽ നമുക്കത് കംപ്ലീറ്റ്ലി നിർത്താം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. കംപ്ലീറ്റ്ലി നാച്ചുറൽ ആണ് ആ ടാബ്ലറ്റ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്തത് ദിൽ ലീവ്സ് ആണ്. ദിൽ ലീവ്സ് നമുക്ക് ഏത് ഗ്രോസറി സ്റ്റോറിലും കിട്ടും. ദിൽ ലീവ്സ് നല്ല ഇങ്ങനെ നൈസായിട്ടിരിക്കുന്ന നല്ല പച്ച കളറിന്റെ ഒരു ഇലയാണ്. അത് നമുക്ക് ഇതേപോലെ തന്നെ ഉച്ചയ്ക്കൊക്കെ ചീര തോരനൊക്കെ വെക്കുന്ന പോലെ തന്നെ ദിൽ ലീവ്സ് ചുമ്മാ ചെറിയുള്ളി ഇട്ടിട്ട് ഒന്ന് വരട്ടിയിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ നല്ലോണം ഇരട്ടി പാല് വരുന്ന പോലെ തോന്നും. അതുകൊണ്ട് ദിൽ ലീവ്സ് വളരെ നല്ലതാണ്. അത് ഞാൻ കഴിച്ചിരുന്നു. പിന്നെ അതുകൂടാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് മദേഴ്സ് ടീ, അതുപോലെ കുക്കീസ് ഒക്കെ കിട്ടും. ഞാൻ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഓട്സും അങ്ങനെയൊക്കെയാണ് കഴിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ സപ്ലൈ നന്നായി മെയിൻറ്റെയിൻഡ് ആയിരുന്നു. 1.5 കൊല്ലം വരെ കൊടുക്കാൻ പറ്റിയുള്ളൂ. 1.5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫീഡിങ് നിർത്തി. ബിക്കോസ് എന്റെ സപ്ലൈ വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് ഇങ്ങനെ കുറയുന്ന പോലെ എനിക്ക് ഇങ്ങനെ തോന്നി. ആൻഡ് അത് കൂടാതെ എനിക്ക് കുറച്ച് ഇഞ്ചുറീസ് ഒക്കെ വന്നു തുടങ്ങി. പിന്നെ അത് ഇൻഫെക്ഷൻ ഒന്നും ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഡോക്ടർ ഒന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, നമുക്കിത് ഇനി നിർത്താം. വി ആസ് പാരന്റ്സ് ഡിസൈഡഡ് ടു എക്സ്ക്ലൂസീവ് പമ്പ്. ബിക്കോസ് അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു കുട്ടികൾക്ക് ഒരു എപ്പോഴും ബാലൻസ് ന്യൂട്രീഷൻ ഉണ്ടാവും. അത് വിചാരിച്ചിട്ടാണ്. പിന്നെ പമ്പിങ് ചെയ്യുന്നതുകൊണ്ട് കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള ഒരു സന്തോഷം, അല്ലെങ്കിൽ മാനസികമായിട്ട് അമ്മയായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അമ്മയും കുട്ടിയും എപ്പോഴും അമ്മയും കുട്ടി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തുകൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എക്സ്ക്ലൂസീവ് പമ്പിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നെങ്കിൽ എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഞാൻ എന്തായാലും അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാം. ആൻഡ് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത്. ഐ എം ഓൾവേസ് ഡൗൺ ദാറ്റ് ടു റിപ്ലൈ. ഐ ഹോപ്പ് യു ഫൗണ്ട് ദിസ് വീഡിയോ യൂസ്ഫുൾ. ആൻഡ് ഇത് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ബാക്കിയുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാൻ മറക്കരുത്. നീലിയും നിക്കീനെയും കൂട്ടിയിട്ട് പിന്നെ ഒരു വീഡിയോ എന്തായാലും ഉടനെ തന്നെ ചെയ്യുന്നുണ്ടാവും. Until I see you with another video. Bye bye.